ആലുവയിലെ വിവാദ ടോൾ പ്ലാസ അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. ബിജെപി നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനമെന്ന് ഉപരിതല ഗതാഗത സഹമന്ത്രി ഹർഷ് മൽഹോത്ര പറഞ്ഞു. ഹൈക്കോടതി വിധിയെ എതിരാകുമെന്ന് ഉറപ്പായതോടെയാണ് കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയതെന്ന് ആക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ കെ അഷ്റഫ് MLA മറുപടി നൽകി. ടോൾ പ്ലാസ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഇറങ്ങുന്നതിന് മുന്നേ പ്രഖ്യാപനം നടത്തിയത് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പിന്നാലെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച സുരേന്ദ്രനായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണം. ഇതിൽ BJP ജില്ലാ നേതൃത്വത്തിന് അതിർത്തിയുണ്ട്. ടോളിനെതിരെയുള്ള നീക്കങ്ങൾ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയിരുന്നുവെന്ന് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി മാധ്യമങ്ങളെ വിളിച്ച് വിശദീകരിച്ചു. ഇവിടെ BJP ആണ് ഇടപെട്ടിട്ടുള്ളത്. അത് സ്റ്റേറ്റ് ഘടകം, ജില്ലാ ഘടകം, അതേപോലെ നാഷണൽ ലെവൽ ലീഡേഴ്സ് ഇതിന്റെ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇന്ന് വിജയം സാധിച്ചിട്ടുള്ളത്. എന്നാൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ കേന്ദ്ര സഹമന്ത്രി ഹർഷ് മൽഹോത്ര സ്ഥിരീകരിച്ചു. कासरगोड़ा डिस्ट्रिक्ट के BJP के अध्यक्ष और प्रदेश के अध्यक्ष राजीव चंद्रशेखर जी और पूर्व प्रदेश अध्यक्ष के सुरेंद्रन जी के आवाज उठाने पर हम इस निर्णय को लिया है. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അവകാശവാദങ്ങളെ മഞ്ചേശ്വരത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്നായിരുന്നു AK അഷ്റഫ് MLAയുടെ പ്രതികരണം. ഈ വിജയം ആരുടേതെന്ന് ചോദിച്ചാൽ ഇപ്പൊ പലർക്കും ഫേസ്ബുക്കിൽ വന്ന് അവകാശവാദം വന്നേ. ഞങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഈ കേസിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും BJP-കാരനുണ്ടോ? ഈ സമരമുഖത്ത് ഏതെങ്കിലും BJP-ന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ടോൾ വിഷയത്തിലെ നീക്കത്തിലൂടെ കെ സുരേന്ദ്രൻ മണ്ഡലത്തിൽ വീണ്ടും സജീവമായി. സുരേന്ദ്രനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് UDF. റിപ്പോർട്ടർ, കാസർഗോഡ്.